നമസ്കാരം. 1978 മഠത്തിൽ വിട്ടവൾ 1998 മഠം വിട്ട് പുറത്തിറങ്ങുന്നു. 20 വർഷത്തെ കന്യാസ്ത്രീ ജീവിതം. അതിനുശേഷം താൻ നടന്നു കിതച്ച ദുർഘടമായ പാതകളെ കുറിച്ച് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് തുറന്നെഴുതുന്നു. DC ബുക്ക് പബ്ലിഷ് ചെയ്ത മഠത്തിൽ വിട്ടവൾ മഠം വിട്ടവൾ എന്ന പുസ്തകം. ഈ പുസ്തകം രചിച്ച മരിയ റോസയാണ് നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം മരിയ റോസ. നമസ്കാരം. ഈ പുസ്തകത്തിന്റെ പേര് തന്നെ മഠത്തിൽ വിട്ടവൾ എന്നാണ്. തുടക്കം മഠത്തിൽ വിട്ടവൾ എന്ന് പറയുമ്പോൾ അതൊരു നിർബന്ധിത മഠത്തിൽ ചേർക്കലായിരുന്നോ? സാധാരണ നമ്മൾ മഠത്തിൽ ചേരുക, മഠത്തിൽ പോവുക എന്നൊക്കെയാണ് പറയാറ്. പക്ഷെ ഞാൻ പുസ്തകം എഴുതിയപ്പോൾ ബോധപൂർവം മഠത്തിൽ വിട്ടവൾ മഠം വിട്ടവൾ എന്ന് ചേർത്ത ടൈറ്റിലാണ്. കാരണം ഒരു 15 വയസ്സുകാരിക്ക് തനിച്ച് മഠത്തിൽ പോകാനുള്ള പ്രാപ്തി ആയിട്ടില്ല. ചെറുപ്പം മുതലുള്ള വേദപാഠ ക്ലാസ്സുകള്, അച്ഛന്മാരുടെ പ്രഭാഷണങ്ങള്, കുടുംബത്തിലുള്ള കന്യാസ്ത്രീകളുടെ അച്ഛന്മാരുടെയും പ്രചോദനങ്ങൾ, ഇവയെല്ലാം അല്ലെങ്കിൽ കുടുംബക്കാർ തന്നെ വിചാരിക്കും 5ഉം 8ഉം പെൺമക്കളും ആൺമക്കളും ഉണ്ട്, ഒന്നെങ്കിലും മഠത്തിൽ പോയിരുന്നെങ്കിൽ എന്നുള്ള ഒരു വിചാരത്തോടെയാണ് അവര് ചില കുട്ടികളെ വളർത്തുന്നത്. ദൈവവിളി എന്നാണ് ഇതിനെ പൊതുവെ പറയുന്നത്. അതായത് ദൈവവിളി കിട്ടിയതുകൊണ്ടാണ് അച്ഛനാകാൻ പോകുന്നത്, കന്യാസ്ത്രീ ആകാൻ പോകുന്നത്. അതിന്റെ ഇടയിൽ ചിലപ്പോ കുടുംബത്തിലെ സാമ്പത്തിക പ്രാരാബ്ദങ്ങളും ഇതൊക്കെ ഒരു ഘടകമായിരിക്കാം. ചിലപ്പോ നിർബന്ധിച്ച് ഇപ്പൊ ഈ പറയുന്ന ഈ 15 വയസ്സായി കുട്ടി അവരെ അച്ഛനാക്കാനോ സിസ്റ്ററാക്കാനോ ഒക്കെ കൊണ്ട് ചേർത്തുമ്പോ അവർക്ക് ചിലപ്പോൾ ഇതിന് താല്പര്യം ഉണ്ടാവണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ഇതിനെ കുറിച്ച് അറിയില്ല. ആ ഒരു പുറമേ കാണുന്ന ഒരു ഭംഗിയുടെ ഒക്കെ പുറത്ത് അങ്ങനെ ആയിരുന്നു. അതോ ഈ പറയുന്ന ഇൻഫ്ലുവൻസ് എല്ലാം ചേർന്ന് എന്നാ പിന്നെ ഒന്ന് പോവാം എന്നുള്ളൊരു തീരുമാനമായിരുന്നു അന്ന്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടതാണ് എന്റെ ചേച്ചിമാരുടെ വിവാഹം. മൂത്തവരുണ്ട്, അവർക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല, സ്കൂൾ അടുത്തില്ല. പിന്നെ ആന്റിമാരായ കന്യാസ്ത്രീകൾ, കുടുംബത്തിലെ മറ്റച്ഛന്മാര്. പിന്നെ ചെറുപ്പത്തിലെ പോലെ നമുക്ക് കന്യാസ്ത്രീകളോട് ഒരുതരം ആരാധനയാണ്. നല്ല വെള്ളം ഉടുപ്പിട്ട് മാലാഖമാരെ പോലെ പൂക്കൾ അലങ്കരിക്കുന്നു, നടക്കുന്നു, എടുക്കുന്നു, പഠിപ്പിക്കുന്നു. അപ്പൊ അത്തരം ഒരു ആരാധന കഥാപാത്രമായിട്ട് കാണിക്കുന്ന കുടുംബത്തിലെയും മറ്റ് കന്യാസ്ത്രീകൾ ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കുക എനിക്കും മഠത്തിൽ പോകണം. അപ്പൊ വീട്ടുകാരുടെ എൻകറേജ്മെന്റും ഉണ്ടാവും. അതുപോലെ ഇതിന്റെ അവതാരികയിൽ കാരശ്ശേരി മാഷി പറയുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യാനുമുള്ള ഊർജം എന്ന് പറയുന്നത് ജീവിത കാമനകളാണ്. അതിപ്പോ പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം. നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന ഈ ഔട്ട്പുട്ടിന് വ്യത്യാസം വരികയാണ്. നമുക്കൊരു ഊർജം കിട്ടുന്നു. അത് തുടങ്ങി ഇപ്പൊ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം തുടങ്ങി അവിടെ നിങ്ങൾ വരുമ്പോ നമ്മുടെ ലൈംഗിക ജീവിതം അടക്കം ഇതിൽ ഒരു ഭാഗം. അപ്പൊ ഇതൊന്നും ഇല്ലാത്ത നമ്മുടെ ജീവിത കാമനകളാണ് ഈ ഊർജം തരുന്നത് എന്ന് പറയുന്ന ഒരു ഭാഗം. ഇതൊന്നും ഇല്ലാത്തൊരു ജീവിതം സത്യം പറഞ്ഞ ഈ കന്യാസ്ത്രീകളുടെ ജീവിതമാണെങ്കിലും നിങ്ങളുടെ അച്ഛന്മാരെ കുറച്ചുകൂടി ബെറ്റർ അത് വെച്ച് നോക്കുമ്പോ. അപ്പൊ ഇതൊന്നും ഇല്ലാത്ത അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇതൊരു യൂസ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ പോയി പെടുന്ന ഒരു ജീവിതം അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? 15-ാം വയസ്സിൽ മഠത്തിൽ പോകുന്ന ഒരു വ്യക്തിക്ക് ഒന്നും അറിയില്ല. അവിടുത്തെ കന്യാവ്രതം എന്താണ്, ദാരിദ്ര്യവ്രതം എന്താണ്, അല്ലെങ്കിൽ എന്താണ് അവര് കമ്മിറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള വിചാരങ്ങളില്ല. സാധാരണ പറഞ്ഞതുപോലെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞു, ചിലർ പാസ്സാവും, ചിലർ പാസ്സാകാറില്ല. അപ്പോൾ പാസ്സായ ചില കുട്ടികളോട് ഒരു പ്രവണതയുണ്ട്, ഇത് മഠത്തിൽ പോകാൻ ദൈവവിളിയുള്ള കുട്ടിയാണ്, എന്നും പള്ളിയിൽ പോകുമായിരുന്നു, കുർബാന കൈക്കൊള്ളുമായിരുന്നു. പിന്നെ ദൈവവിളി ക്യാമ്പ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. കന്യാസ്ത്രീകളും അച്ഛന്മാരും വീടുകളിൽ വന്ന് കുട്ടികളെ ചാപ്പിട്ടുട്ടിക്കുക നിങ്ങൾ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വളരെയധികം വാഗ്ദാനങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് പഠിക്കാം, നിങ്ങൾക്ക് എബ്രോഡ് പോകാം, നിങ്ങൾക്ക് നല്ല സുഖസൗകര്യങ്ങൾ അവിടെ ഉണ്ട്. ആകമാനം പുറത്തുനിന്ന് നോക്കിയാൽ വളരെ സുഖസുന്ദരമായ ഒരു ജീവിതം. മാലാഖമാരെ ഒരു വൈറ്റ് ഡ്രസ് ഇട്ട് നടക്കാം. അപ്പൊ ഒരു 15-കാരി അന്നത്തെ കാലഘട്ടത്തില് ജീവിതത്തില് വളരെ സുഖസൗകര്യങ്ങൾ അനുഭവിക്കാത്ത, വളരെയധികം ഡിഫിക്കൽട്ടീസ് അനുഭവിക്കുകയും മൂത്തവരെ കെട്ടിച്ചു വിടുന്നതിനുള്ള പേരൻസിന്റെ ഡിഫിക്കൽട്ടീസ് കാണുന്ന ഒരു കുട്ടിക്ക് ഞാൻ പുസ്തകത്തിൽ എഴുതിയ പോലെ ഇതെല്ലാം സൂക്ഷിച്ചു വീക്ഷിച്ചിരുന്ന ഒരു 15 വയസ്സുകാരി മഠത്തിൽ പോയില്ലെങ്കില് അത്ഭുതമുള്ളവർ. സാധാരണ 15 വയസ്സുകാരിക്ക് ഇതൊന്നും അറിയാതെയാണ് മഠത്തിലേക്ക് പോയി ചേരുന്നത്. അപ്പൊ അവർ പറയും പ്രായപൂർത്തി ആയതിനു ശേഷം 21ാം വയസ്സിലാണല്ലോ വ്രതം എടുത്തതെന്ന്. അന്ന് പോലും സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് എന്താണെന്ന് അറിയില്ലായിരുന്നു. കുറച്ച് മതം ഞങ്ങളെ പഠിപ്പിച്ചു, ദാരിദ്ര്യം, കന്യാവ്രതം, അനുസരണ എന്ന വ്രതങ്ങൾ പഠിപ്പിക്കുന്നു. കുറച്ച് ബൈബിൾ ക്ലാസ്സുകൾ തരുന്നു. അല്ലാതെ ഒരു സ്ത്രീയുടെ കാമനകൾ എപ്പോഴും ഉണരുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു പുരുഷനെ കാണുന്ന പോലും ഇല്ല. വീട്ടിൽ നിന്ന് പോയതിനു ശേഷം നമ്മൾ കാണുന്ന പള്ളിയിൽ കുർബാനയ്ക്ക് വരുന്ന അച്ഛന്മാരെ മാത്രമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് അവൾ പ്രായപൂർത്തിയായി ഇറങ്ങിച്ചെന്നൊരു കന്യാസ്ത്രീ ആയതിനു ശേഷം ഇടപെടാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് ഞാൻ വളരുന്നു, എനിക്ക് എന്റെ കാമനകളും എന്റെ ലൈംഗിക ശേഷിയൊക്കെ ഉണരുന്ന ഒരു കാലഘട്ടം പിന്നീടാണ് വരുന്നത്. അപ്പൊ ഒരു ദ്വന്ദ്വ യുദ്ധം നടക്കുകയാണ്. ഞാൻ കന്യാവ്രതം എടുത്ത കന്യാത്വം ഒരു വശത്ത്, എനിക്ക് ഒരു പുരുഷനോട് ലൈംഗിക അട്രാക്ഷൻ തോന്നുന്നു അത് മറുവശത്ത്. അപ്പൊ ഒരു ഗിൽറ്റ് ഫീലിംഗ് ആണ്. ഞാൻ കന്യകയായ ഞാൻ ഇത് തോന്നാൻ പാടില്ല. പക്ഷെ നാച്ചുറലി നമ്മൾ സ്പീക്ക് ചെയ്യുവാണെങ്കിൽ
ഒരു സ്ത്രീയുടെയോ പുരുഷന്റെയോ മറ്റ് ലിംഗക്കാരുടെയോ നാച്ചുറൽ ആയിട്ടുള്ള ഏർജസ് ആണത്. അതിനെ നിഷേധിച്ചുകൊണ്ടുള്ള ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ് മിക്കവരും അവിടെ മരണപ്പെടുന്നതോ ഡിപ്രഷനിലേക്ക് പോകുന്നതോ. ഈയിടെ എന്നോട് ഒരു സ്ത്രീ പറയുക, ഒരു ബോർഡിങ്ങിലായിരുന്നു കന്യാസ്ത്രീകളുടെ. അവർ പറയാണ്, കന്യാസ്ത്രീകളുടെ ഫ്രസ്ട്രേഷൻ മുഴുവൻ ഞങ്ങളുടെ മേലാണ് തീർക്കുന്നതെന്ന്. അപ്പൊ അവർ ഉദ്ദേശിച്ച ഫ്രസ്ട്രേഷൻസ് എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. പൗരോഹിത്യം, സന്യാസ ജീവിതം, ഇതിനൊക്കെ ഒരു സമർപ്പിത ജീവിതം എന്നുള്ള ഒരു ഇതിലാണ് ഇവരൊക്കെ വിശേഷിപ്പിക്കുന്നത്. ഈ സമർപ്പിത ജീവിതം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വ്യക്തിപരമായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും നിഷേധിക്കപ്പെട്ട് ആ ഒരു രീതിയിലാണ് ഇവർ ഈ സമർപ്പിത ജീവിതം റൊമാൻറ്റിസൈസ് ചെയ്യുന്നത്. പക്ഷെ അതിന് തന്നെ ഈ വൈദികർക്ക് കുറച്ചുകൂടി പ്രിവിലേജ് ഉണ്ട്. അവർക്ക് ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, സ്വന്തം വീട്ടിൽ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പോകാൻ സാധിക്കുന്നില്ല, കന്യാസ്ത്രീകൾക്ക് പോകാൻ സാധിക്കുന്നില്ല. അതേസമയം വൈദികര് എല്ലാ പരിപാടികൾക്കും പോകും. വീട്ടിൽ കല്യാണം ഉണ്ടായപ്പോ, മാമോദീസ ഉണ്ടായപ്പോ. ഈ അടുത്ത് ഒരു രാജകന്യക എന്നൊരു സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ വേറൊരു സിനിമ കാണാൻ തിയേറ്ററിൽ പോയപ്പോ ഞാൻ പെട്ടെന്ന് ഈ തൃശ്ശൂരുള്ള കുറെ വൈദികര് അച്ഛന്മാര് ഈ സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇവരൊക്കെ ഇട്ടിരിക്കുന്നത് നല്ല ടീഷർട്ടും ഷർട്ടും പിന്നെ ജീൻസ് പാൻസും ഇതൊക്കെ ഇട്ട് ഭയങ്കര ടിപ് ടോപ്പ് ആയിട്ട്. ഇവരുടെ കൂടെ തന്നെ കുറെ കന്യാസ്ത്രീകൾ വന്നിട്ട്. പക്ഷെ ഇവരൊക്കെ ഇവരുടെ ഈ പറയുന്ന സമർപ്പിത ജീവിതത്തിന് കൊടുത്തിരിക്കുന്ന ഒരു വസ്ത്രത്തിന് മാത്രം, അതായത് വേറെ മറ്റു വസ്ത്രങ്ങളിലൊന്നും ആരും വന്നിട്ടില്ല. പക്ഷെ അവിടെ തന്നെ ഒരു പ്രിവിലേജ്, വൈദികർക്കുള്ള ഒരു പ്രിവിലേജ്. അപ്പൊ ഇതൊരു മൊത്തത്തിലൊരു സ്ത്രീവിരുദ്ധ സെറ്റപ്പ് അല്ലേ? അതായത് അച്ഛന്മാർക്ക്, അച്ഛന്മാര് സമർപ്പിത ജീവിതത്തിലേക്ക് വന്നു എന്ന് പറയുന്നു, കന്യാസ്ത്രീകൾ അങ്ങനെ തന്നെയാന്ന് പറയുന്നു. പക്ഷെ ഈ പറയുന്ന അച്ഛന്മാർക്കും വൈദികർക്കും കിട്ടുന്ന ഒരു പ്രിവിലേജ് ഒന്നും അവിടെ സ്ത്രീകൾക്ക് ഒട്ടും കിട്ടുന്നില്ല എന്നുള്ളതൊരു സത്യം തന്നെയല്ലേ? സ്ത്രീ വിരുദ്ധത ബൈബിളിൽ തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ആദവും ഹവ്വായും. ഹവ്വായ എവിടെ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്? ആദാമിന്റെ വാരിയലിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അവൾ തുല്യരല്ല, എപ്പോഴും ഒരു വാലാണ് സ്ത്രീ. അത് ബൈബിളിൽ ഓൾ ത്രൂ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സ്ത്രീ പുരുഷന് താഴെയാണെന്ന്. ഒരു വിവാഹവേദിയിൽ നോക്കിയാൽ നിങ്ങൾ എന്ത് പ്രസംഗമാണ് പള്ളിയിൽ അച്ഛനും മുഖത്തുനിന്ന് വരുന്നത്? സ്ത്രീ എപ്പോഴും പുരുഷന് കീഴ്പ്പെട്ടിരിക്കണം. അങ്ങനെയുള്ള ഒരു പ്രസംഗമാണ് അവർക്ക് ലഭിക്കുന്നത്, ദമ്പതിമാർക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ കന്യാസ്ത്രീ മഠത്തിൽ ചേരുന്നവർക്കും അവിടെ ചെല്ലുമ്പോൾ അവർ കാണുന്ന ആരാണ്? പള്ളിയിൽ അച്ഛൻ കുർബാന ചെല്ലുന്നു. മദറോ അല്ലെ അതിനേക്കാളും പഠിപ്പുള്ള ഒരു സിസ്റ്ററിനോ കുർബാന ചെല്ലുവാനോ അല്ലെങ്കിൽ ഈ കുട്ടികളെ പഠിപ്പിക്കാനുള്ള റൈറ്റ് ഇല്ല. അതെല്ലാം പുരുഷ കേന്ദ്രീകൃതം. അതുകൊണ്ടാണല്ലോ കാത്തലിക് ചർച്ചിനെ ഹൈറാർക്കിക്കൽ മെയിൽ ഓറിയന്റഡ് ചർച്ച് എന്ന് വിളിക്കുന്നത് തന്നെ. അപ്പൊ അതിന്റെ വ്യത്യാസം ബൈബിളിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അത് സ്ത്രീകൾ പോലും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ അല്ല. ഇത് പറയുന്നത് സമൂഹത്തിൽ മൊത്തം സ്ത്രീ വിരുദ്ധതയുണ്ട്. ശരിയാണ്. ഇപ്പൊ സിനിമ എടുത്തു കഴിഞ്ഞാലുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ എടുത്തു കഴിഞ്ഞാലുണ്ട്. പക്ഷെ അവിടെയൊക്കെയുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഈ പറയുന്ന സ്ത്രീകൾക്ക് എന്തെങ്കിലും പറയാനായിട്ട് ഒരു സ്പേസ് ഉണ്ട് ഇതിനെതിരെ. പക്ഷെ ഈ കന്യാസ്ത്രീ ജീവിതത്തിൽ ഒട്ടും, അതായത് എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഇത് ഇങ്ങനെയല്ല വേണ്ടതെന്ന് പറയാനുള്ള ഒരു സ്പേസ് പോലും. അത്രയും ഭയങ്കര റിജിഡ് ആയിട്ടുള്ള ഒരു, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, ഇതുപോലെ കന്യാസ്ത്രീകളായിട്ടുള്ള വേറെ ആൾക്കാരറിയാം. അതിന്റെ ഒരു ഭീകരത പക്ഷെ ഭയങ്കര വലിയൊരു ഭീകരതയാണ് അതിനുള്ളത്. അതിന് കാരണം കന്യാസ്ത്രീകൾ തന്നെ അത് തിരിച്ചറിയുന്നില്ല. അവർക്ക് പഠിപ്പും വിദ്യാഭ്യാസവും ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ കുടുംബം, സമൂഹം ഒക്കെ കേരളം പോലെ അല്ലെങ്കിൽ ഇന്ത്യ പോലെയുള്ള ഒരു മെയിൽ ഹൈറാർക്കിക്കൽ ഓറിയന്റ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ നിന്ന് വരുന്ന സ്ത്രീകൾ അങ്ങനെയായിരിക്കും. അത് കന്യാസ്ത്രീ ആണെങ്കിലും മറ്റു തലത്തിലാണ്. ചില സ്ത്രീകൾ എന്നോട് പറയാറുണ്ട്, എന്നോട് ഒരു വാക്ക് പോലും ചോദിച്ചില്ലായിരുന്നു. അപ്പൊ ഈക്വൽ പാർട്ട്നേഴ്സ് ആണ് എന്താണ് ചെയ്യേണ്ടത്? ഒരുമിച്ച് ഡിസിഷൻ എടുക്കുക, ഒരുമിച്ച് ഡയലോഗ് നടത്തി കാര്യങ്ങളിലേക്ക് വരിക, അങ്ങനെയാണല്ലോ. അപ്പൊ ചേർച്ചിലെ ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്ക് കാണാവുന്ന ഹൈറാർക്കി ഫ്രം പോപ്പ് ടു താഴെ അൽമായർ എന്നാണ് വിളിക്കുന്നത്. ലാർജ് നമ്പർ ഓഫ് ഉള്ള വിശ്വാസികള്. അപ്പൊ കന്യാസ്ത്രീകൾ അല്ലെങ്കിൽ സ്ത്രീകൾ എന്ന് പറയുന്ന ഏറ്റവും താഴെക്കിടയുള്ള ആ ലെയറിന്റെ താഴെ നിൽക്കുന്നവരായിട്ടാണ് ഈ സമർപ്പിത ജീവിതം അവരെ എന്താണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്? നിങ്ങൾ കർത്താവിന്റെ മണവാട്ടി എന്നുള്ള റൊമാൻറ്റിക് ടാഗ് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ അറിയുന്ന വേർഡാണ് കർത്താവിന്റെ ദാസികൾ. കർത്താവിന്റെ ദാസികൾ എന്ന് പറഞ്ഞാൽ കാണപ്പെടാത്ത കർത്താവ് എവിടെ ഇരിക്കുന്നു? ആരുടെ ദാസി ഞാൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. സിസ്റ്റർ ഒരു മഠത്തിലെ കന്യാസ്ത്രീയാണ് പുരോഹിതന്മാർക്കും ബിഷപ്പുമാർക്കും കുശിനിക്കാരിയായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ചോദിച്ചിരിക്കുന്ന ആരുടെ ദാസിയാണ്? ഈ മഠത്തിൽ നിന്നാണ് അച്ഛന്മാർക്കുള്ള ഭക്ഷണം. അപ്പൊ ഞാൻ മഠത്തിലെ നടുക്കഷ്ണം അച്ഛന്മാർക്ക് പോകുന്നു എന്നാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ കന്യാസ്ത്രീയുടെ ഇടയിൽ തന്നെ അവർക്കറിയാം. അവരുടെ വോയിസ് എന്ന് പറഞ്ഞാൽ നമ്മളെ അനുസരണം പഠിപ്പിച്ചിരിക്കുകയാണ്. ഒരു മറു ചോദ്യം മദറിനോടോ സീനിയേഴ്സിനോടോ ചോദിച്ചാൽ അവരെന്താണ് പറയാ? അനുസരണ വ്രതം തെറ്റിച്ചു അല്ലെങ്കിൽ ദാരിദ്ര്യ വ്രതം തെറ്റിച്ചു. കന്യാവ്രതം തെറ്റിക്കുന്നത് മനസ്സിലുള്ളത് അവർക്കറിയില്ലോ. കന്യാവ്രതം എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസി ഇൻ വേർഡ്, തോട്ട് ആൻഡ് ആക്ഷൻ എന്നാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്തുള്ള ഒരു ട്രെയിനിങ് ആണ് അവർക്കുള്ളിൽ കിട്ടുന്നത്. ഈ സമൂഹത്തിൽ നിന്നാണ് നമ്മൾ മഠത്തിലേക്ക് പോകുന്നത്.
അപ്പൊ വീട്ടിൽ നിന്ന് തന്നെ ഈ തിരിച്ചു വ്യത്യാസം കണ്ടിട്ട് പോകുന്ന കുട്ടികളാണ് ഇവിടെ ചെന്ന് കന്യാസ്ത്രീ ആവുന്നു, അച്ഛന്മാരാവുന്നു. ദുഃഖപുത്രിമാരിന് ഞാൻ ഇവിടെ ഒരു പേര് എഴുതിയിട്ടുണ്ട്. കാരണം പ്രീസ്റ്റ്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ അവർക്ക് മഫ്റ്റിയിൽ എവിടെയും പോകാം. ഇപ്പൊ റീസെന്റ് കന്യാസ്ത്രീകളെ വീട്ടിൽ നിൽക്കാം അച്ഛന്മാർക്ക് വീട്ടിൽ ഇപ്പൊ സ്വന്തം ഇടവകയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ നിൽക്കണ പറഞ്ഞിട്ടില്ല. പക്ഷെ കന്യാസ്ത്രീകൾക്ക് അങ്ങനെ പറ്റിയാന്ന് തോന്നുന്നു. അവര് മഠത്തില് ആ ഇടവകയില് ഏതാണോ മഠം അവിടെ പോയിട്ട് വേണം നിൽക്കാൻ അങ്ങനെ തോന്നുന്നു. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയാണ്. റീസെന്റ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അവരെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്തത്? അവരുടെ റിലീജിയസ് ഹാബിറ്റ്. അതേസമയം ഞാൻ ഈയിടെ ഫേസ്ബുക്കിൽ എഴുതി, ഒരു പ്രീസ്റ്റോ ബിഷപ്പോ നോർത്ത് ഇന്ത്യയിൽ നിൽക്കുന്ന അവരുടെ മഫ്റ്റിയിലായിരിക്കും, അവരുടെ ഒഫീഷ്യൽ റിലീജിയസ് ഡ്രസ്സിലായിരിക്കില്ല. അപ്പൊ അവർ വേഗം തിരിച്ചറിയപ്പെടുന്നില്ല. അവർ ഈവൻ അറ്റാക്ക് ചെയ്യപ്പെടാതെ ഈ കന്യാസ്ത്രീകളാണ് അറ്റാക്ക് ചെയ്യപ്പെട്ടത്. അതിന് ഒരു കാരണം അവരുടെ റിലീജിയസ് ഹാബിറ്റ്. സിസ്റ്റർ ലൂസിവർ അവര് ഒരു അക്യൂസേഷൻ അതായിരുന്നു, അവര് മറ്റ് വസ്ത്രം ധരിച്ചു അല്ലെങ്കിൽ കാർ ഓടിച്ചു. അപ്പൊ അച്ഛന്മാർക്ക് കാർ ഓടിക്കാം, അച്ഛന്മാർക്ക് ബാക്കിയെല്ലാം ചെയ്യാം. പക്ഷെ ഈ അച്ഛന്മാർ അതേപോലെ തന്നെ സമർപ്പിത ജീവിതത്തിലേക്ക് വന്ന കന്യാസ്ത്രീകൾ ഇതൊക്കെ ചെയ്താൽ അത് ഭയങ്കര പ്രശ്നമാണ്. എന്താ പറയാ, അവരെ പുറത്താക്കും. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. അതിന്റെ മുഖ്യ കാരണം ഇത് തന്നെയാണ്. ഒരു സമൂഹം സ്ത്രീയെ ഏത് തലത്തിൽ കാണുന്നോ അത് ഇങ്ങോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യപ്പെടുന്നു. അതാണ് കന്യാസ്ത്രീ മഠത്തിൽ കാണുന്നത്. കന്യാസ്ത്രീ മഠത്തിൽ തന്നെ ശ്രേണികളുണ്ട്. മത സുപ്പീരിയർ, പഠിച്ചവർ, പഠിക്കാത്തവർ. ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ തോറ്റവരുണ്ട്, ജയിച്ചവരുണ്ട്, ഹയർ എഡ്യൂക്കേഷൻ കിട്ടിയവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അപ്പൊ ഈ തോറ്റു വന്ന കന്യാസ്ത്രീകളെ വിളിക്കുന്നത് കിച്ചൺ സിസ്റ്റർ എന്നാണ്. നമ്മൾ മോസ്റ്റ്ലി അവരുടെ പേര് പോലും അറിയില്ല, കിച്ചൺ സിസ്റ്റർ. അപ്പൊ ആ ശ്രേണി എല്ലായിടത്തും കാണാം. കന്യാസ്ത്രീ മഠത്തിനുള്ളിൽ കാണാം. ആൻഡ് സ്പെഷ്യലി ബിറ്റ്വീൻ പ്രീസ്റ്റ് ആൻഡ് നൺസ്. ഞങ്ങൾ പൂനെ തിയോളജി പഠിക്കുകയാണ്. 80 വൈദിക വിദ്യാർത്ഥികളും ഒരു 4 or 5 നൺസ് അവിടെ പഠിക്കുന്നുണ്ട് ഇവരുടെ കൂടെ. അവർക്ക് അത് പ്രീസ്റ്റ്ഹുഡിലേക്കുള്ള സ്റ്റെപ്പും ഞങ്ങൾക്ക് കന്യാസ്ത്രീ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഞാൻ അവസാനം പറഞ്ഞിരിക്കുന്ന ഇതാണ്, എന്തുകൊണ്ട് കന്യാസ്ത്രീകൾക്കോ അല്ലെ സ്ത്രീകൾക്കോ വൈദിക പട്ടം നിഷേധിക്കപ്പെടുന്നു? കാരണം ഞങ്ങൾക്ക് പുരുഷ ലൈംഗിക അവയവമില്ല എന്ന ഒരേ കാരണമേ ഉള്ളൂ. കാരണം പഠനം സെയിം ആണ്, ഡിഗ്രി സെയിം ആണ്. ഉള്ളി ഒരു പുരുഷന് മാത്രമേ പ്രീസ്റ്റ് ആകാവുള്ളൂ എന്ന് കാനൻ ലോയിൽ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഞാനൊരു ചോദിച്ചിട്ടുണ്ട്, ജീസസ് പോലും വെള്ളം വൈനാക്കി കുടിച്ചു. ഒരു മേരിയൻ മാർത്തയുടെ അവിടെ ഉറങ്ങാൻ പോയി, ഉണ്ണാൻ പോയി. ഫീസ്റ്റിംഗ് ആയിരുന്നു അദ്ദേഹം. മീൻ പിടിച്ച് ഫീസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പാർട്ടിക്ക് പോവുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത് കാണുന്നത്. പക്ഷെ ഈ ദുഃഖപുത്രിമാരായ കന്യാസ്ത്രീകൾക്ക് ഇതെല്ലാം നിഷേധിച്ച് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, സ്ത്രീയായ കന്യാസ്ത്രീ. അതുകൊണ്ടാണ് അവർക്ക് മണവാട്ടി പട്ടം കൊടുത്തിരിക്കുന്നത്. സാധാരണ ഇന്ത്യൻ ഇതിൽ കണ്ട എന്താണ്, മണവാട്ടി എന്ന് പറഞ്ഞാൽ സാരി തലയിൽ ഇട്ട് ഗുമ്പിട്ട് തലയിൽ ഇട്ട് മറിച്ച് ജീവിക്കേണ്ടവൾ, അല്ലെങ്കിൽ ആരെങ്കിലും മുൻമുറത്ത് വരുമ്പോൾ കോടിയകത്ത് എന്നുള്ള വാക്ക് വരുന്നത്. ഉമ്മറത്തിരിക്കേണ്ടത് ആരാണ്? പുരുഷന്മാർ. അതേ സെയിം ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുവാണ് മതത്തിലേക്ക്. മതത്തിലേക്ക് വരുമ്പോൾ അത് ഒന്നുകൂടി വളർത്തപ്പെട്ടതാണെന്ന് വേണം പറയാം. ഇത് പലപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യം. ഇപ്പൊ ഒരു കന്യാസ്ത്രീ എന്തെങ്കിലും പറഞ്ഞ് ഫേസ്ബുക്കിൽ എന്തെങ്കിലും സഭയ്ക്കെതിരെയോ അങ്ങനെ മഠത്തിനെതിരെയോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അല്ലെങ്കിൽ അതിന്റെ അടിയിൽ ഒരു ചോദ്യം വരും, ഇത് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ പോയി ചേർന്ന്, പിന്നെ എന്തിനാ നിങ്ങൾ ചേർന്ന്, നിങ്ങൾക്ക് അതിന്റെ ആവശ്യം എന്തായിരുന്നു? അത് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് നിങ്ങൾ കുറ്റം പറയാണോ? 15 വയസ്സ് ചേർന്നതിന് ശേഷം വ്രതം എടുക്കുമ്പോൾ നമ്മൾ 3 ഇയേഴ്സിനുള്ളിൽ വ്രതം എടുക്കുകയാണ്. അപ്പൊ ആ 3 ഇയേഴ്സിനുള്ളിൽ ഒരു സ്ത്രീ ഒരു കുട്ടി കാണുന്നത് എന്താണ്? പുള്ളി മഠത്തിലെ മദർ, സീനിയേഴ്സ് ഈ വ്രതങ്ങളെ കുറിച്ചോ അല്ലെ ബൈബിളിനെ കുറിച്ചുള്ള പഠിക്കുക, അച്ഛന്മാര് വന്ന് പറഞ്ഞു കൊടുക്കുന്ന ബൈബിൾ കൊട്ടേഷൻസ്, അതെല്ലാം പഠിച്ചവര് ഒരു പൂമാല ചാർത്തി ക്രിസ്തുവിനെ വരിക്കുകയാണ്. ഒരു കോമൺ മണവാളനെ വരിക്കുകയാണ് എല്ലാവരും കൂടെ. അതൊന്നും അറിയാത്ത ഒരു പ്രായത്തിൽ ചെയ്യുകയാണ്. അപ്പൊ എന്നോട് ഈ യൂട്യൂബിൽ ഇറങ്ങിയതിനു ശേഷം പല വിശ്വാസി സ്ത്രീകളുടെയും കമന്റ് ഇങ്ങനെയാണ്, നീ ഒന്നും അറിയാതെയാണോ മഠത്തിൽ പോയത്? ഞങ്ങൾക്കറിയാം 10 വർഷത്തെ ട്രെയിനിങ് ഉണ്ട് അതിനുശേഷം. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ മഠത്തിലായിരുന്നു? ഞാനല്ലേ മഠത്തിൽ നിന്ന് വന്നയാള് ആധികാരികമായിട്ട് സംസാരിക്കേണ്ടത്. 10 വർഷത്തെ ട്രെയിനിങ്, 10-14 വർഷത്തെ ട്രെയിനിങ് പ്രീസ്റ്റിനാണുള്ളത്. നൺസിന് ജസ്റ്റ് 3 ഇയേഴ്സ് ആണുള്ളത്. അതുകൊണ്ട് അവർ മനസ്സിലാക്കി ഇത്രയും പോകുന്നു. തിയോളജി പോലും പഠിക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞ പഠനങ്ങളും അതിനുശേഷമായിരിക്കും, ചിലപ്പോൾ കന്യാസ്ത്രീ ആയതിനു ശേഷമാണ് അക്കാഡമിക്കലി പോലും അവരെ ട്രെയിൻ ആക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കന്യാസ്ത്രീക്ക് ഇതിനുള്ളിൽ മാത്രമുള്ള ജീവിതമാണ് അവർ കാണുന്നത്. ഇന്നത്തെ കാലത്ത് മൊബൈൽ ഉണ്ടാകാം, നെക്സ്റ്റ് അതർ ബുക്സ് ഒക്കെ വായിക്കാം. ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ സാധാരണ ഒരു കന്യാസ്ത്രീ വായിക്കുന്നത് ബൈബിൾ, പ്രാർത്ഥനാ പുസ്തകങ്ങൾ, ശാലോം മാസിക, മോസ്റ്റ്ലി മേ ബി ദീപിക പത്രം, അങ്ങനെ. അപ്പൊ അവരുടെ അറിവും പരിമിതമാണ് ഇങ്ങനെയുള്ളത്. അവരുടെ പുസ്തകത്തിലെ ലൈംഗികതയെ കുറിച്ചും പിന്നെ അതുപോലെ ഈ ഫിസിക്കൽ പ്ലഷറിനെ കുറിച്ചൊക്കെ പുസ്തകത്തില് വളരെ വ്യക്തമാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. അതില് ഒരു കന്യാസ്ത്രീക്ക് അവിടെ ഉള്ള ഒരു കൊച്ചച്ഛനോട് പ്രണയം തോന്നി എന്ന് പറയുന്ന ഒരു ഭാഗമൊക്കെ ഞാൻ ഈ പുസ്തകത്തിൽ വായിച്ചു. ഈ പറയുന്ന പോലെ ഈ ലൈംഗികതയും അതുപോലെ ശാരീരികമായിട്ടും നമുക്കുള്ള ഒരു ഈ പ്ലഷറും പരിപാടികളൊക്കെ അതിന് മുഴുവൻ ക്യാൻസൽ ചെയ്തുകൊണ്ട്
നമ്മള് സമത്വ ജീവിതം എന്ന് പറയുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്നു, സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ ഈ പറയുന്ന ലൈംഗികതയും ഇതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മാത്രമേ ഇതൊക്കെ പറ്റൂ. കാരണം ഇതൊന്നുമില്ല, ഇതൊക്കെ ഉള്ള ആളുകളും ഈ പറയുന്ന പോലെ ആളുകൾക്ക് വേണ്ടി ഇവിടെ ജീവിക്കുന്നുണ്ട്, ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ പറയുന്നത് പൊതുവായിട്ട് ഇതെല്ലാം ക്യാൻസൽ ചെയ്തുകൊണ്ട് ഈ സമത്വ ജീവിതം സാധ്യമാകും. അതൊരു ശരിക്കും അതൊരു പൊള്ളയായിട്ടുള്ളൊരു വാദം ആണല്ലോ, അങ്ങനെയല്ല തോന്നുന്നത്. അതിനുള്ള ഉത്തരം ഞാൻ എന്റെ പുസ്തകത്തിലെ ഒരു പോയത്തിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. സ്ത്രീത്വം അറിയുന്നതിന് മുമ്പ് ഞാൻ തിരുവസ്ത്രം അണിഞ്ഞു, കന്യാവ്രതമേറ്റു മനസ്സറിയാതെ, വയസ്സറിയിക്കും മുമ്പ് ദാരിദ്ര്യ കൂമ്പാരത്തിലിരുന്ന് ദരിദ്രയായിരിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തു, ചെറുപിഴകൾക്ക് കിട്ടിയ കടുത്ത പഴികളും സത്യം ചെയ്തു, അനുസരണം മരണം വരെ. ഇതാണ് അതിന്റെ ജിസ്റ്റ് എന്ന് വേണേൽ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ 21-ാം വയസ്സിൽ വ്രതം എടുക്കുമ്പോഴും കുറച്ച് മദർ പഠിപ്പിച്ചിരുന്നു എന്താണ് ലൈംഗികം അല്ല ലൈംഗിക വിദ്യാഭ്യാസം എന്നൊക്കെ. പക്ഷെ അതിനെക്കുറിച്ച് യാതൊരു ധാരണയും തന്നെ ഉണ്ടായിരുന്നില്ല. അത് കേൾക്കുന്നത് തന്നെ ഞങ്ങൾക്ക് ഒരുതരം ഷെയിമായിരുന്നു. മദറിനാണെങ്കിലും പുള്ളി നമ്മുടെ ഈ 8ാം ക്ലാസ്സിലെ ബയോളജി ക്ലാസ്സിൽ പറഞ്ഞു തരുന്നവരാണ്, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു എന്നുള്ള മട്ടിലാണ്. അതേക്കുറിച്ചൊന്നും അറിയാതെയാണ് പോയി വ്രതമേക്കുന്നത്. അതിനുശേഷം ഒരു ലേറ്റ് 20s-ലോ 30s-ലോ ഒക്കെ ആകുമ്പോഴായിരിക്കാം നമ്മൾക്ക് ഇതേക്കുറിച്ച് ഒരു ധാരണ പോലും വരുന്നത്. അപ്പോൾ നമ്മൾ മഠത്തിനുള്ളിൽ സ്ത്രീകളെ മാത്രം കണ്ടു, അല്ലെങ്കിൽ കുറച്ച് മെയിൽ പ്രീസ്റ്റ് ആൻഡ് സ്റ്റാഫിനെ മാത്രം കണ്ടിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. അപ്പൊ ഞാനിവിടെ എഴുതിയിരിക്കുന്നുണ്ടോ കന്യാസ്ത്രീകളും പ്രണയ നോവലുകളും. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു ടീച്ചറാണ് എനിക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ അടിയിൽ വെച്ച് പ്രണയ നോവലുകൾ തരുന്നത്. അപ്പൊ ഞാനത് വായിച്ചതിന് ശേഷമാണ് എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാകുകയും എന്റെ സ്ത്രീ ഉണർന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോടൊരു സ്ത്രീ ഇവിടെ ചോദിക്കുകയാണ്, നിങ്ങൾ മഠത്തിൽ പോയത് പ്രണയ നോവലുകൾ വായിക്കാനാണോ എന്ന്. അതിനുവേണ്ടിയല്ല മഠത്തിൽ പോയത്. പക്ഷെ അത് വായിക്കുന്ന ഒരു സ്റ്റേജ് വരുമ്പോൾ പോലും ഒരു സ്ത്രീക്ക് തോന്നാവുന്ന എല്ലാ കാര്യങ്ങളും കാമനകളും എല്ലാം അവൾക്കും തോന്നാം. കാരണം ഈ കന്യാവ്രതം, ദാരിദ്ര്യം, അനുസരണം എന്ന 3 വ്രതങ്ങൾ എടുക്കുന്നത് മാനസികമായിട്ട് അല്ലെങ്കിൽ ഒരു പഠിപ്പിക്കലിന്റെ അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ്, ചേർച്ചിന്റെ ഒരു പ്രാക്ടീസ് ആയിട്ട് എടുക്കുന്നതാണ്. എന്റെ ശരീരത്തിനോ എന്റെ ഹോർമോൺസിനോ ഇതെന്താണെന്ന് യാതൊരു ധാരണയുമില്ല. അത് ഉണരേണ്ട സമയത്ത് ഉണരുകയും അടയേണ്ട മെനപ്പോസ് കാലത്ത് അടയുകയും ചെയ്യുന്നു. ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്നത് എന്റെ ആദ്യ മെനസസ് മഠത്തിൽ പോയതിനു ശേഷം ആയെന്നാണ്. കാരണം ഒരു മെനസസ് ആകാത്ത കുട്ടിയാണ് മഠത്തിലേക്ക് പോകുന്നത്. അങ്ങനെയുള്ള ഒരു ധാരണയുടെ പുറത്ത് നമ്മൾ ഇറങ്ങിത്തിരിക്കുകയും അവസാനം ഒരു 33-ാം വയസ്സിലാണ് ഞാൻ പൂനെയിലെ പ്രീസ്റ്റിന്റെ കൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എനിക്ക് ആദ്യമായിട്ടുണ്ടായ ലൈംഗിക മുന്നേറ്റം എന്റെ പ്രൊഫസർ സെലിബേറ്റ് പ്രീസ്റ്റിൽ നിന്നായിരുന്നു. അപ്പൊ എനിക്കത് വലിയൊരു ഷോക്കായി. അദ്ദേഹം എന്നെ ലിപ്സിൽ ആദ്യമായിട്ട് കിസ് ചെയ്ത് അവിടെയാണ്. ഒരു സെലിബേറ്റ് പ്രീസ്റ്റ് കന്യകത്വം വൗ ചെയ്ത് എന്നോട്. ഞാനത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഷോക്കായിരുന്നാണ് ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം ഞാൻ അദ്ദേഹത്തിന്റെ സാമീപ്യം ആഗ്രഹിച്ചു, ഞാൻ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ചു. എന്നിലെ സ്ത്രീ ഉണർന്നു എന്ന് ഞാൻ ഏറ്റുപറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഞാനൊരു സ്ത്രീയാണെന്നുള്ള ഒരു ഓണിങ് അപ്പ് ആണ്. അതിലെനിക്ക് ഷെയിമില്ല. ഗിൽറ്റ് ഫീലിംഗ് അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഫസ്റ്റ് തിങ്. അതാണ് കൺഫെഷൻ. കുമ്പസാരത്തിന് പോവുക, വീണ്ടും പാപം ചെയ്യുക, വീണ്ടും കുമ്പസാരിക്കുക. ലൈംഗിക എന്ന് പറയുന്നത് പാപമായിട്ടാണ് ബൈബിളിലും അല്ലെങ്കിൽ പഠിപ്പിക്കലും നിർത്തിയിരിക്കുന്നത്. അപ്പൊ കന്യാത്വം എടുക്കുക എന്ന് പറയുന്നത് ആ മാരീഡ് സ്റ്റേജിനേക്കാളും കുറച്ചുകൂടി ഉയർത്തിക്കാട്ടിക്കാനുള്ള ഒരു വര കൂടിയായിരുന്നു. പക്ഷെ അതിന്റെ പരിണത ഫലമായിട്ട് നൺസ് അറിയാതെ പോലും അവരെന്തൊക്കെയാണ് അവിടെ അനുഭവിക്കുന്നത്. അവർക്ക് ഡിപ്രഷൻസ് ഉണ്ട്, അവരുടെ യൂട്രസ് ഇല്ല, അവർക്ക് മോസ്റ്റ്ലി ക്യാൻസേഴ്സ് ഉണ്ട്. അപ്പൊ എല്ലാവരും ചോദിക്കും എല്ലാവർക്കും ക്യാൻസർ ഇല്ലെന്ന്. ഇവരുടെ ഹോർമോണൽ പ്രശ്നമാണോ, ഇവർക്ക് മദർഹുഡ് ഇല്ലാഞ്ഞിട്ടാണോ എന്നുള്ള ചോദ്യങ്ങൾ ഞാൻ ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ചേർച്ച് ഇന്ന് വളരെയധികം സീരിയസ്ലി ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. കന്യാസ്ത്രീ ജീവിതം ഒരു 20 കൊല്ലം, അതിനിപ്പോ പുറത്തിറങ്ങിയിട്ട് ഏകദേശം ഒരു 25 കൊല്ലം ആവാറേ. അപ്പൊ 2 ഫേസ്, ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കൂട്ടിലകപ്പെട്ട ഒരു കിളിയെ പോലെയുള്ള ഒരു ഫേസ് ഉണ്ട്. അതിനുശേഷം പുറത്തിറങ്ങി ഇപ്പൊ എല്ലാ കാര്യത്തിലും ഭയങ്കര ആക്റ്റീവാണ്. എനിക്കറിയാം എവിടെയൊക്കെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉണ്ടോ അവിടെയൊക്കെ വരുന്നു, അവിടെയൊക്കെ സാന്നിധ്യം അറിയിക്കുന്നു. ഈ പറയുന്ന രാഷ്ട്രീയം കുറച്ചുകൂടി ലൗഡായിട്ട് പറയാൻ പറ്റുന്നു. ഈ 2 ഫേസുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസം, അതായത് മഠത്തിലുണ്ടായിരുന്ന ഒരു കാലവും അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കാലം, കുറച്ചുകൂടി സൊസൈറ്റിക്ക് കുറച്ചുകൂടി നമ്മള് പ്രൊഡക്റ്റീവായിട്ട് തന്നെ ഈ സൊസൈറ്റിക്ക് കൊടുത്തു എന്ന് തോന്നുന്നത് ഇത് ഏത് ഫേസിലാണ്? ഞാൻ തിയോളജി പഠിച്ച് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ചു പോരുന്നത്. അതിനൊരു മുഖ്യ കാരണം എന്നോട് പലരും ചോദിക്കാറുണ്ട്, തിരിച്ചു പോരുന്നതിന് ഒരു പെർട്ടിക്കുലർ കാരണം ഇതിനകത്ത് പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ഒരു പ്രത്യേക കാരണമായിരുന്നില്ല. എനിക്ക് എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ അല്ലെങ്കിൽ വല്ല പീഡനം ഉണ്ടായോ അല്ലെങ്കിൽ മദറോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് നല്ല എക്സിസ്റ്റൻസ് അവിടെ ഉണ്ടായിരുന്നു, വിദ്യാഭ്യാസം തന്നിരുന്നു, ട്രീറ്റ്മെന്റ് തന്നിരുന്നു. ഒന്നിനും കുറവില്ലാത്ത ഒരു സഭയിലാണ് ഞാൻ ചേർന്നതും അവരെന്നെ ട്രീറ്റ് ചെയ്തതും ഞാൻ അവരെ കണ്ടതും അങ്ങനെയാണ്.
അപ്പോൾ എങ്ങനെയാണ് ഇത് പെട്ടെന്നുണ്ടായ ഒരു ബോധോദയം ഒന്നുമല്ല, പഠനത്തിന്റെയും ഏജിന്റെയും. ഞാൻ ലേറ്റ് 37 ആകുമ്പോഴാണ് പോയിരുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം നമ്മൾ പറയുന്ന അവരെന്നോടെന്ന് പറഞ്ഞത് മിഡ് ലൈഫ് ക്രൈസിസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ഉണരുന്ന കാലഘട്ടമാണ്, ചോദ്യം ചോദിക്കുന്ന കാലഘട്ടമാണ്. അത് അടിച്ചമർത്താതെ ഞാൻ സ്വയം ചോദിക്കുകയും എന്നെ ഡിസേൺമെന്റിന് വിടുകയും വിചിന്തനം ചെയ്ത് ഡിസ്പെൻസേഷൻ റൂമിൽ നിന്ന് വാങ്ങി വളരെ പതുക്കെ അതിന്റെ എല്ലാ പെയിനും അതിന്റെ എല്ലാ പ്രോസസ്സും അനുഭവിച്ചു വന്ന വ്യക്തിയാണ് ഞാൻ. അല്ലാതെ ഞാനൊരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നതിന് ശേഷം വളരെ ബോധപൂർവം എടുത്ത പെയിൻഫുൾ ഒരു ഡിസിഷനാണ്. എനിക്ക് അതിന്റെ കോൺസിക്വൻസ് അറിയാമായിരുന്നു. വീട്ടിൽ സ്വീകാര്യത ഉണ്ടായിട്ടില്ല ഇന്ന് വരെ, ഈവൻ അപ് ടു 25 ഇയേഴ്സ് ഇല്ല. കാരണം അത് മടം വിടുക എന്ന് പറഞ്ഞാൽ ഒരു ഉതപ്പാണ്. കുടുംബത്തിനും സമൂഹത്തിനും ചേർച്ചിനും അതൊരു നാണക്കേടാണ്, മാനക്കേടാണ്. ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇത് ഇറങ്ങിയതിനു ശേഷം ഏതെങ്കിലും തരത്തിൽ ഫിനാൻഷ്യലി ആണെങ്കിലും? കാരണം അന്ന് ഇറങ്ങുമ്പോ ഒന്നുമില്ല, നിസ്സഹായാവസ്ഥ. മടം വിട്ടു പോരുമ്പോൾ അവർക്ക് സിവിയറൻസ് പേ എന്തെങ്കിലും കൊടുക്കണം, ചാരിറ്റിയുടെ പേരിലെങ്കിലും എന്തെങ്കിലും കൊടുക്കണമെന്ന് ക്യാനോയിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്റെ കാര്യത്തിലോ മെനി അതർ കന്യാസ്ത്രീകളുടെ കാര്യത്തിലോ അത് നടപ്പിലാക്കി കാണുന്നില്ല. ഞാൻ തിരിച്ചു പോന്നപ്പോൾ ഒരു ഓട്ടോറിക്ഷയെ കൊണ്ട് അവരെന്നെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടേ ആക്കി. എന്റെ അടുത്ത ഡിന്നറിനുള്ള കാശ് പോലും തന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു റോഡിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നു. വീട്ടുകാരൊക്കെ നമ്മൾ കത്തെഴുതണം, മദറും കോണ്ടാക്ട് ചെയ്യും. എനിക്കൊരു കത്തിൽ കൂടെയാണ് 98 ഒരു മറുപടി വരുന്നത്. മഠത്തിൽ വിട്ടാൽ പിന്നെ അവിടെ തന്നെ നിന്നുകൊള്ളണം. ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു പോയിരുന്നത് ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ഇളയവരെ കെട്ടിക്കാനുണ്ട്, കെട്ടാനുണ്ട്. കുടുംബത്തിലുള്ള അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും നാണക്കേട് ഉണ്ടാക്കുന്നു. എന്റെ സഭയോട് ചെയ്ത ചതിയാണ്. സഭ അത് തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഞങ്ങളോട് ചെയ്ത ഒരു ചതിയാണ്, ഞങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ പഠിപ്പിക്കാൻ ഞാനൊരു നല്ല സ്റ്റുഡന്റ് ആയിരുന്നുകൊണ്ട് എനിക്ക് സ്കോളർഷിപ്പ് കിട്ടി. പൂനെയിൽ 5 years ഓഫ് തിയോളജി പഠിക്കുമ്പോൾ മിസ്യു എന്ന് പറയുന്ന റോം എന്നുള്ള സ്കോളർഷിപ്പിലാണ് പഠിച്ചതൊക്കെ. 20 years ഒരു കന്യാസ്ത്രീ അതിനുള്ളിൽ ജീവിക്കുമ്പോൾ ഞാനും അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ജീവിക്കുക. അല്ലാതെ അത് കയ്യിൽ വാങ്ങുകയോ കുടുംബത്തിലേക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം ഒന്നും ആയിരുന്നില്ല. ഇല്ല, എനിക്ക് കിട്ടിയ മറുപടി വിപരീതമായിരുന്നു. ഇങ്ങനെ ഒരു മകളോ പെങ്ങളോ ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് വിളിക്കാൻ തോന്നിയാൽ ഞങ്ങൾ വന്നേക്കാം എന്നുള്ള ഒരു പ്രതികരണമാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഓൾറെഡി ഒരു ടീച്ചറായിരുന്നു. അപ്പൊ എന്റെ ഒരു വിശ്വാസം എനിക്ക് ടീച്ച് ചെയ്ത് ജീവിക്കാം. പിന്നെ പലരും ഉണ്ട് ടീച്ചറോ അല്ലെങ്കിൽ ഒന്നും അല്ലാത്തവരുണ്ടാവും. അപ്പൊ അവര് പോരണമെന്ന് എനിക്ക് ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് പോരാൻ സാധിക്കാത്തതിന്റെ മുഖ്യ കാരണം ഇക്കോണമി തന്നെയാണ്, മണി തന്നെയാണ്. പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവർക്ക് കുറച്ചുകൂടെ പണി സമ്പാദിക്കാനുള്ള ചാൻസസ് ഇൻസൈഡിൽ തന്നെയുണ്ട്. അവർക്ക് സ്പോൺസർഷിപ്പ് ഉണ്ട്. അല്ലെങ്കിൽ അവരിതെല്ലാം മുൻകൂട്ടി കണ്ടാൽ, ഞാൻ ഇപ്പോഴും എനിക്കറിയാം എസ്റ്റേറ്റും അല്ലെങ്കിൽ പല കാര്യങ്ങളും ഉണ്ടാക്കി വെക്കുന്നവരുണ്ട്. അപ്പം എന്നോട് ആരോ പറഞ്ഞു, പൂനെയിൽ നിന്ന് ഒരു പ്രീസ്റ്റിനെ അടിച്ചോണ്ട് പോകുന്നതായിരിക്കാം എന്നാണ് എന്റെ ഒരു കസിൻ എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ എനിക്ക് അടിച്ചോണ്ട് പോരാമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ലൈഫ് കുറച്ചുകൂടെ ബെറ്റർ ആകുമായിരുന്നു, ഈസി ആയിരുന്നു. ഇത് ഞാൻ തന്നെ വളരെയധികം വെയിറ്റ് ചെയ്ത് ആഫ്റ്റർ 18 വർഷത്തിന് ശേഷമാണ് എനിക്ക് സ്വന്തമായ ഒരു വീടും ഉണ്ടായത്. ഞാൻ ഒമാനിൽ ജോലി ചെയ്ത് സ്വന്തമായി ഉണ്ടാക്കേണ്ടി വന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ നല്ല കാലം കഴിയുകയാണ്. 20 years ഒന്നും കാണാതെ എന്നോട് എന്റെ ബ്രദറിനുള്ള പറഞ്ഞത് ഇങ്ങനെയാണ്, നിലാവ് കണ്ട കോഴിയെ പോലെ നീ മഠത്തിന് പുറത്തു വന്നെന്ന്. എന്ന് പറഞ്ഞാൽ നിലാവ് കണ്ട കോഴിക്ക് ഒന്നും അറിയില്ല, അതിനെ വെപ്രാളപ്പെട്ട് നിൽക്കാൻ മാത്രമേ അറിയുള്ളൂ, പോവാൻ അറിയില്ല, ഒന്നും അറിയില്ലാത്തത്. അതേ സിറ്റുവേഷനാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഒമാനിൽ ടീച്ചറായിട്ട് ജോലി കിട്ടിയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട് മുന്നോട്ട് പോയതാണ്. പല കന്യാസ്ത്രീകളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതിനുള്ളിൽ നിന്ന് പോരണമെന്നുണ്ടോ? നിന്റെയൊക്കെ ഗതി കണ്ടാൽ ആര് തിരിച്ചു പോരുമെന്നാണ് എന്നോട് ഒരു കന്യാസ്ത്രീ ചോദിച്ചത്. അപ്പൊ അവർക്കറിയാം പോരാൻ ആഗ്രഹം ഉണ്ടായിട്ട് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. സാഹചര്യങ്ങൾ കാരണം, ഈ പറയുന്ന പോലെ ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താവും എന്നുള്ള ഭയം കാരണം ചിലര് അതിൻ്റെ ഉള്ളിൽ പിടിച്ചു നിൽക്കുന്നു, ചിലര് ജീവിതം തന്നെ. അതുകൊണ്ടാണ് ഈ മഠങ്ങളിലെ കിണറുകള് ഒരു അങ്ങനെയുള്ള ഒരു പ്രയോഗം തന്നെ വന്നത്. മരണക്കിണറുകൾ, കന്യാസ്ത്രീ ആത്മഹത്യ ചെയ്ത നിലയിൽ അല്ലെ മരിച്ച നിലയിൽ അല്ലെ കിണറിൽ നിലയിൽ, അത് ആത്മഹത്യയാണോ മറ്റു പല കാരണങ്ങളാണോ എന്ന് പോലും തെളിയിക്കപ്പെടാതെയും പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. ഇപ്പൊ പ്രീസ്റ്റ് ആൻഡ് നൺസ് ഇങ്ങനെയുള്ള ദുരൂഹ മരണങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ സാധാരണ കാണുന്നത്. അത് വീട്ടുകാർ ഇടപെട്ടാൽ ചിലപ്പോൾ അന്വേഷണം നടന്നെങ്കിലായി എങ്ങനെയുള്ള, അല്ലെങ്കിൽ ഒരു ആത്മഹത്യയായി എഴുതി തള്ളുകയും അതിനുള്ള കാരണങ്ങൾ, അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. കുടുംബക്കാർ ഇവരെ മഠത്തിൽ വിട്ടതിന് ശേഷവും ഇവരുടെ ജീവിതത്തിൽ കുറച്ചുകൂടി ഒരു ശ്രദ്ധ കാണിക്കണം. അവരുടെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡി ഏറ്റുവാങ്ങാൻ ചെല്ലുന്നതിന് മുമ്പ് ഈ മകൾ അവിടെ എങ്ങനെ ജീവിക്കുന്നു, അവളുടെ ഫീലിങ്സ് എന്താണ്, അവൾക്ക് എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് മഠത്തിൽ വിടുന്നതോടെ തീരുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ പുസ്തകത്തില്
ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതായത് കൂടെ ഉണ്ടായിരുന്ന കന്യാസ്ത്രീകൾക്കുണ്ടായ ഭീകരമായിട്ടുള്ള കുറെ ദുരനുഭവങ്ങൾ, അത് വൈദികരിൽ നിന്നുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ പേര് വെളിപ്പെടുത്താതെയാണ് ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം എപ്പോഴെങ്കിലും നിയമപരമായിട്ട് ഈ പറയുന്ന അല്ലെങ്കിൽ ഇന്ന ആൾക്കെതിരെയാണ് ഈ വെളിപ്പെടുത്തൽ, എനിക്ക് തോന്നുന്നു അതിൽ ഏതൊരു വൈദികനെ കുറിച്ച് പറയുന്ന ആ വൈദികൻ ഇന്നും ഒരു വലിയ അധികാരസ്ഥാനത്ത് ഇരിക്കുന്ന ഒരു വൈദികനെ കുറിച്ച് ഇതിന് അങ്ങനെ വെളിപ്പെടുത്തുന്നില്ല. അപ്പൊ അങ്ങനെ നിയമപരമായിട്ട് ഇതിനെ നേരിടാം, അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? മുൻ കന്യാസ്ത്രീയോ സ്ത്രീയോ ഇതേ കുറിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ എഴുതുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്: എന്തുകൊണ്ട് നിങ്ങൾ പേര് വെളിപ്പെടുത്തിയില്ലായിരുന്നു? പേര് വെളിപ്പെടുത്താത്തതിന് പല കാരണങ്ങളും ഉണ്ടാകാം. ഒന്നാമത് നമ്മൾ കാണുന്നതാണ്, 13 പ്രാവശ്യം നിങ്ങളെ കന്യാസ്ത്രീയെ റേപ്പ് ചെയ്തു എന്നുള്ള അക്യൂസേഷൻ വന്നപ്പോൾ ആദ്യം അവര് ഫേസ് ചെയ്ത ചോദ്യം എന്താണ്? നിങ്ങൾ ഈ 13 പ്രാവശ്യം എന്തിനാണ് വഴങ്ങിക്കൊടുത്ത്? നിങ്ങൾ എവിടെയായിരുന്നു? എന്തുകൊണ്ട് നിങ്ങളത് നേരത്തെ പറഞ്ഞില്ല? ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്: പൂനെയിലെ എന്റെ പ്രൊഫസർ, പണ്ഡിതൻ, എല്ലാവർക്കും ബഹുമാന്യനായ വ്യക്തി എന്നോട് ലൈംഗിക മുന്നേറ്റം നടത്തിയപ്പോൾ അന്ന് വൈകിട്ട് ഞാൻ പോലും മൗനമായിട്ട് എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ ഇരിക്കുകയാണ് ചെയ്തത്. അവരെന്നോട് ചോദിച്ചു, മരിയ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് ഞാൻ അതിന് ഉത്തരം പറഞ്ഞില്ല. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു സഹകന്യാസ്ത്രീയോട്, മറ്റൊരു കോൺഗ്രിഗേഷനെ കന്യാസ്ത്രീയോട് ഇത് വെളിപ്പെടുത്തുമ്പോൾ അവരെന്നോട് പറയുകയാണ്, ആ റാസ്കൽ എന്നോടും അങ്ങനെ ചെയ്തു എന്ന്. അപ്പോ ഈ സ്ത്രീകൾ വെളിപ്പെടുത്താത്തതിന് കാരണം എന്താണ്? നമ്മളിപ്പോ WCC കാണുന്നുണ്ട്, മറ്റു എത്രയോ വർഷങ്ങൾ, ഇപ്പൊ മീ ടു മൂവ്മെന്റ്സ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് വെളിപ്പെടുത്തുന്നത്. ആ വൈദികൻ ഇപ്പോഴും വൈദികനായി തന്നെ തുടരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്കെതിരെ അദ്ദേഹം കണ്ടിന്യൂ ചെയ്തു. നൗ ഹി ഈസ് നോ മോർ. അദ്ദേഹം കണ്ടിന്യൂ ചെയ്തു അവിടെ. മരണം വരെ വൈദികനായിരുന്നു. അങ്ങനെയാണല്ലോ, ആജീവനാന്ത ബ്രഹ്മചര്യം എന്നല്ലേ പറയുന്നത്. അത് അതിനിടയ്ക്ക് പോയിട്ട് ബ്രേക്ക് ചെയ്യുന്നുള്ളത് നോ പ്രോബ്ലം. 1998 പുറത്തിറങ്ങി. ഇപ്പൊ അതിന്റെ പാർട്ട്ണറുടെ കൂടെയാണ് ഇപ്പൊ ജീവിക്കുന്നത്. എങ്ങനെയാണ് ആ പുള്ളി ലൈഫിലേക്ക് വന്ന് പുള്ളി തന്ന ഒരു സപ്പോർട്ടും അല്ലെങ്കിൽ ആ ഒരു ലൈഫ് പാർട്ട്ണറുമായിട്ടുള്ള ലൈഫ്? എന്റെ പാർട്ട്ണറിന്റെ പേര് ലോഥ ജോർജെഫ് എന്നാണ്. അദ്ദേഹം ഒരു ഓസ്ട്രേലിയക്കാരൻ നാഷണൽ ആണ്. ഞാൻ മഠത്തിൽ നിന്ന് പോകുന്ന ഒരു 13-14 ഇയേഴ്സിന് ശേഷമാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. കല്യാണത്തിന് പോലും ഉള്ള ഒരു മാനസികാവസ്ഥ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. കാരണം ജീവിതം കെട്ടിപ്പടുത്താൻ നോക്കുകയാണ്, ജോലി ചെയ്യുകയാണ്, പൈസ ഉണ്ടാക്കുകയാണ്, ജീവിക്കുകയാണ്. അതിന് ഷോമാനിൽ നിന്ന് ഞങ്ങളെ പിരിച്ചുവിടപ്പെട്ടു. ഓൾ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ഫ്രം ഒമാൻ പിരിച്ചുവിട്ടപ്പോൾ ഞാൻ വന്ന് തന്നെ താമസിച്ചു തുടങ്ങിയപ്പോൾ എന്റെ ഫ്രണ്ട്സാ പറഞ്ഞു, 45 വയസ്സൊന്നും ഒരു ഇതൊന്നും അല്ല, നമുക്ക് കല്യാണം ആലോചിച്ചു തുടങ്ങാൻ പറഞ്ഞ് ഞാൻ പത്രത്തിൽ പരസ്യം കൊടുത്തതിൽ എഴുതിയിട്ടുണ്ട്, മുൻ കന്യാസ്ത്രീ വിവാഹ പരസ്യം. അതിനും വളരെയധികം നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ ഡ്രമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു അതിൽ കൂടെ കടന്നുപോയത്. അപ്പൊ വിവാഹം വേണ്ട എന്നുള്ള ഇതിൽ ഞാൻ ഗിവപ്പ് ചെയ്ത് നിൽക്കുമ്പോഴാണ് പൂനെയിലെ ഓഷോ സെന്ററിൽ ഞാൻ പോകുന്നത്. അത് എന്റെ റിസർച്ചിന്റെ ഭാഗമാണ്. 45 വയസ്സിൽ റിസർച്ചിന്റെ ഭാഗമായിട്ടാണ് ഓഷോ വായിക്കുകയും അങ്ങനെ ഒരു സെന്ററിൽ പോവുകയും ചെയ്യുന്നത്. അപ്പൊ അവിടെ വെച്ച് കണ്ടുമുട്ടുന്ന വ്യക്തിയാണ് ലോഥ. അതിനുശേഷം ഞങ്ങൾ കുറെ സമയത്തിന് ശേഷമുള്ള പരിചയപ്പെടലിന് ശേഷം ലിവിങ് ടുഗെദർ ആയിരുന്നു ഓൾമോസ്റ്റ് 7 വർഷം. 2012 ആയിരുന്നു. അതിനുശേഷം ഞാൻ അങ്ങോട്ട് പോവുകയും അത് ഇങ്ങോട്ട് വരികയും അങ്ങനെ ഒരു ലൈഫ് ആയിരുന്നു ഞങ്ങളുടെ. ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്, ഒരു പ്രാവശ്യം പോലീസ് ഇദ്ദേഹത്തിന്റെ സി ഫോം ഫില്ല് ചെയ്തതിനു ശേഷം വെരിഫിക്കേഷൻ വരുന്നത് അവരുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഈ സാഹിബിനും ഞാനും കൂടെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലത്ത് പോലീസ് വന്ന ശേഷം അയൽവക്കത്തെ അല്ലെങ്കിൽ വാടകയ്ക്ക് തന്നയാൾ എന്നോട് പറയുകയാണ്, നിങ്ങളെ ഇവിടുന്ന് ഇറക്കി വിടുകയാണ്, കാരണം പോലീസ് അന്വേഷിച്ചു വന്നു. അപ്പോൾ ഞാനിവിടെ ഇൻവേർട്ടഡ് കോമയിൽ എഴുതിയിരിക്കുന്നത് അനാശാസ്യത്തിന് പിടിക്കപ്പെട്ടവരെ കണ്ട് അയൽവക്കക്കാർ വാകുത്തി ചിരിച്ചു എന്നാണ്. പിന്നെ ഞങ്ങളുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കേരളത്തിൽ മാരേജ് രജിസ്റ്റർ ചെയ്ത് ജീവിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ അനുസരണം, ബ്രഹ്മചര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞ് തുടക്കം, ക്രിസ്തുവിന്റെ മണവാട്ടി അങ്ങനെയൊക്കെ തുടങ്ങി ഈ പുസ്തകം അവസാനിക്കുന്ന ഭാഗത്ത് ഏറ്റവും അവസാനത്തെ പേജിലായിട്ട് പറയുന്നൊരു, അത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് ഭരണഘടനയിൽ അധിഷ്ഠിതമായ ഒരു ധാർമ്മികത ജീവിതമാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കേണ്ടത്. അതായത് ബൈബിള് അല്ലെങ്കിൽ ദൈവവിശ്വാസം എന്നീന്ന് തുടങ്ങി പുസ്തകം കഴിയാറാവുമ്പോൾ അത് ഭരണഘടനയിലേക്കാണ് വരുന്നത്. അപ്പോൾ അത് ഭയങ്കര, നമ്മൾ ബൈബിളിൽ വിശ്വസിച്ചു അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ വിശ്വസിച്ചു എന്നതിൽ നിന്ന് ഭരണഘടനയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത്. അതാണ് ഈ പുസ്തകത്തിന്റെ മൊത്തത്തിലുള്ള ഒരു അന്തസത്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എങ്ങനെ ദൈവവിശ്വാസിയാണോ, കന്യാസ്ത്രീ ഉപേക്ഷിച്ചു എന്നുണ്ടെങ്കിലും ദൈവവിശ്വാസിയാണോ, ഈ വിഷയത്തെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? അതായത് ഭാവിയിൽ ഇനിയും കുറെ കുട്ടികൾ ഇതിലേക്ക് പോകുന്നവരുണ്ടാവാം. അപ്പൊ അവരോട് പറയാനുള്ള ഒരു കാര്യം എന്താണ്? നെൽവിൻ പറഞ്ഞതുപോലെ അതൊരു നല്ല ഒബ്സർവേഷനാണ്. പുസ്തകത്തിന്റെ ആദ്യം എന്താണ്, ഒരു പക്ക വിശ്വാസിയായ പെൺകുട്ടി വളരെയധികം ഭക്തിയോടെ മഠത്തിലേക്ക് പോകുന്നു, കന്യാസ്ത്രീയാകുന്നു,
20 വർഷം അതിനുള്ളിൽ ജീവിക്കുന്നു, തിരിച്ചു വരുന്നു. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, തിരിച്ചു പോരുമ്പോൾ ഞാൻ അവരുടെ വസ്ത്രം ഉപേക്ഷിച്ചെങ്കിലും ആ കൊന്ത എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതും എൻ്റെ ബൈബിളും ഞാൻ എടുത്തിരുന്നു, ബാക്കിയൊന്നും എടുത്തിരുന്നില്ല. അപ്പോൾ അതാണ് നമ്മളെ ചെറുപ്പം മുതൽ പഠിച്ചിട്ടുള്ള വിശ്വാസം, ദൈവം, ഈശോ, മറിയം. അങ്ങനെ നമ്മൾ ചെറുപ്പം മുതൽ നമ്മുടെ മുലപ്പാലിലൂടെ തരുന്നതാണ് നമുക്ക് മതവും. ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടാണ് ഞാൻ ക്രിസ്ത്യാനി. അത് തിരിച്ചറിയുന്ന കാലഘട്ടത്തിൽ മിക്കവരും അതിൽ തന്നെ തുടരുന്നു. അതിൽ നിന്ന് പുറത്തു വരുന്നവരെ ഇന്ന് കേരളത്തിൽ വിളിക്കുന്ന വാക്കാണ് നിരീശ്വരവാദി. അപ്പോൾ ഈശ്വരവാദി എന്നുള്ള വാക്ക് നമ്മൾ കേൾക്കാറില്ല. ഭൂരിപക്ഷം ജനങ്ങൾ ഇൻ ദ വേൾഡ് ഈശ്വരവാദിയാണ്. കുറച്ച് പേര് അത് വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ ഒരു ഇല്ലാത്ത സാധനത്തെ ഞങ്ങളുടെ റാഷണൽ, ഞങ്ങളുടെ റീസൺ അനുസരിച്ച് ഇത് ഇല്ലാത്ത ഒരു കാര്യമാണെന്ന് പറയുമ്പോൾ ഇവരെ തള്ളിപ്പറയുകയും യുക്തിവാദി, നിരീശ്വരവാദി എന്നുള്ള വാക്കുകൾ കൊണ്ട് വളരെയധികം മതം വിട്ടുപോരുന്നവരോട് മഠം വിട്ടുപോരുന്നതിനേക്കാളുമുള്ള തീവ്രമായ നിലപാടാണ് കൈക്കൊള്ളുന്നത്. ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്, മഠം വിടുന്നതിനേക്കാളും കഠിനമാണ് മതം വിടുന്നത്. അതാണ് എൻ്റെ അനുഭവവും. പലരും അതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് കാലഘട്ടത്തിൽ. എന്നെ സംബന്ധിച്ച് ഞാൻ മഠത്തിൽ നിന്ന് പോകുന്ന ഒരു ഗ്രാജുവൽ പ്രോസസ്സായിരുന്നതുപോലെ മതം വിടുക, ദൈവവിശ്വാസം ഇല്ലെന്നാകുക എന്നുള്ളത് ഞാൻ തിരഞ്ഞെടുത്ത ബോധപൂർവം അങ്ങ് ആക്കിക്കളയാമെന്ന് വെച്ച കാര്യമല്ല. അതെന്നെ സംബന്ധിച്ച് ഒരു ഗ്രാജുവൽ ഗ്രോത്തിൻ്റെ ഭാഗമായിരുന്നു. എൻ്റെ അറിവ്, വായന, അസോസിയേഷൻ ഒക്കെ വെച്ച് അത് തന്നെ ഒരു ലാസ്റ്റ് 10 years കൊണ്ട് ഉരുത്തിരിഞ്ഞൊരു കാര്യമാണ്. അത് തന്നെ സംഭവിച്ചതാണ്. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു, ഞാൻ താമസിക്കുന്നിടത്ത് പള്ളി പോകുന്നില്ലേ, കുർബാനയ്ക്ക് പോകുന്നില്ലേ, ഞാൻ മുൻകന്യാസ്ത്രീയാണെന്ന് പലർക്കും അറിയില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിപ്പം വിശ്വാസിയല്ല എന്ന് പറയുമ്പോൾ പലരും എന്നിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്, പലരും എന്നോട് സംസാരിക്കാതിരുന്നിട്ടുണ്ട്. ഞാനതൊന്നും മൈൻഡ് ചെയ്തിരുന്നില്ല. ഈ ഇടവക പള്ളിയിൽ നിങ്ങൾ പോകുന്നില്ലേ? അപ്പോൾ ഞാൻ ഇവരുടെ ജീവിതവും കാണുന്നുണ്ട്. ഇവർ കുമ്പസാരിച്ചിട്ട് വന്നതിന് ശേഷം എങ്ങനെയുള്ളൊരു ജീവിതമാണ്, ഇവർ കുർബാന കൈക്കൊള്ളുന്നതിന് ശേഷം ശനിയാഴ്ച കുമ്പസാരിക്കുന്നു, ഞായറാഴ്ച കുർബാന കൈക്കൊള്ളുന്നു, തിങ്കളാഴ്ച സെയിം ഗോസിപ്പ് നടത്തുന്നു. അങ്ങനെയുള്ളൊരു ജീവിതമാണ് ഞാൻ കണ്ടിട്ടുള്ളതും കാണുന്നതും. അപ്പോൾ അവരെന്നെ കുറ്റം പറയുമായിരിക്കും, ഞങ്ങൾ നല്ല വിശ്വാസികളാണ്, ഞങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന്. റിച്ചർഡ് ഡോക്കിൻസ് പറഞ്ഞത് ഞാനിവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇതാണ്: മിക്ക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം, ദൈവം, ആരാധന, ആചാരം എന്നുള്ളതെല്ലാം ഒരു ആശ്വാസമാണ്, ഒരു കോൺസലേഷനാണെന്നാണ്. ആ ആശ്വാസത്തിന് വേണ്ടി എനിക്ക് ഇന്ന് മെനി അതർ തിങ്സ് ഉണ്ട്. അതിന് ഞാൻ ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യേണ്ട, എനിക്ക് രാവിലെ ഉറങ്ങേണ്ട സമയത്ത് കുർബാനയ്ക്ക് പോകണ്ട, പള്ളിയിലെ അച്ഛൻ്റെ പ്രസംഗം കേട്ട് ബോറടിക്കണ്ട. ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ തിയോളജി പഠിച്ച് വന്നതിന് ശേഷമാണ് ഒരു അച്ഛൻ്റെ പ്രസംഗം ഇങ്ങനെയായിരുന്നു: ഒരു പീറപ്പെണ്ണിൻ്റെ മുമ്പിൽ ധീരനായ പത്രോസ് പതറി. അന്ന് എനിക്ക് അവിടെ എഴുന്നേറ്റ് നിന്ന് ചോദിക്കാനുള്ള ധൈര്യമില്ലായിരുന്നു. ഇന്ന് ഞാൻ ബുക്കിലാണ് അത് എഴുതിയത് ആദ്യമായിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കൺക്ലൂഷൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇത്തരം പള്ളി പ്രസംഗങ്ങൾ തട്ടിവിടുന്ന പീറച്ചെക്കന്മാർ ഇനിയെങ്കിലും ശ്രദ്ധിക്കുമല്ലോ എന്ന്. ഇത്രയും സ്ത്രീവിരുദ്ധതമുള്ള ഒരു കത്തോലിക്ക സഭയിലെ പ്രസംഗമാണ് ഇന്നും നമ്മൾക്ക് കേൾക്കാം. ഒരു സ്ത്രീ ധരിക്കുന്ന വസ്ത്രം മുതൽ ഒരു വല്യമ്മച്ചിയുടെ തുണി വരെ അവരുടെ പ്രസംഗത്തിൻ്റെയും അവരുടെ നൈതിക അല്ലെങ്കിൽ മൊറാലിറ്റി പഠിപ്പിക്കുന്നതിൻ്റെയും ഭാഗമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മൊറാലിറ്റി അല്ലെങ്കിൽ നൈതിക ജീവിതം എന്ന് പറയുന്നത് ഭരണഘടനയുടെ നിയമങ്ങളും രാജ്യത്തെ നിയമങ്ങളും അനുസരിക്കുക, അത് മതി. അല്ലാതെ പാപം ചെയ്യുക, കുമ്പസാരിക്കുക, വീണ്ടും പാപം ചെയ്യുക, ഇതെല്ലാം ചേർച്ച് അല്ലെങ്കിൽ ഒരു മതപ്രസ്ഥാനം വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് ഹിസ്റ്ററിയിൽ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ്. ഈ കുമ്പസാരം വന്നത് തന്നെ 10th centuryയിലാണ്. അല്ലെങ്കിൽ കുർബാന വന്നത് ഞാനിവിടെ ക്രൊണോളജിക്കലി എഴുതിയിട്ടുണ്ട്. ഓരോ ഘട്ടങ്ങളിൽ ഓരോ ഡോഗ്മയും എങ്ങനെയാണ് ചേർച്ചിൽ ഉരുത്തിരിഞ്ഞു വന്നതെന്ന്. അങ്ങനെയുള്ള ഹിസ്റ്ററി പഠിക്കുക. അങ്ങനെയുള്ള ബൈബിളിൻ്റെ ഈ പള്ളിപ്രസംഗത്തിൽ നിന്ന് മാത്രമല്ലാതെ ബൈബിൾ അല്ലെങ്കിൽ എനി അതർ സ്ക്രിപ്ചർ നന്നായി പഠിക്കുക, അതിൻ്റെ ഹിസ്റ്ററി പഠിക്കുക. ഇത് എവിടുന്ന് വന്നു, ഈ സ്റ്റോറീസ് ആൻഡ് മിത്ത് ആൻഡ് ഇതിൽ എത്രമാത്രം ഹിസ്റ്ററി ഉണ്ട്, എത്രമാത്രം സ്റ്റോറി ആൻഡ് മിത്ത് ഉണ്ട്, എങ്ങനെയുള്ള നല്ല പഠനങ്ങൾ വരുമ്പോൾ അതിനെ നിഷേധിക്കാതെ ഉൾക്കൊണ്ടാൽ നിങ്ങളെയും നിരീശ്വരവാദികളിൽ നിന്ന് തന്നെ വിളിക്കും. എൽവിൻ എന്നോട് ഒരു ചോദ്യം കൂടെ ചോദിച്ചിരുന്നു, അടുത്ത തലമുറയോട് എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ച് വിശ്വാസികളായ സ്ത്രീകൾ, പുരുഷന്മാർ ഇന്ന് മഠത്തിൽ പോകുന്നത് വളരെ കുറവാണ്, അല്ലെങ്കിൽ പ്രീസ്റ്റ്ഹുഡ് ആകാൻ പോകുന്നത് വളരെ കുറവാണ്. അതിനുള്ള കാരണങ്ങളും നമുക്ക് നമ്മുടെ സൊസൈറ്റിയിലും ചേർച്ചിലും ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ചെറിയ ഫാമിലീസാണ്, അവരുടെ ജീവിത സാഹചര്യങ്ങൾ മാറി. അങ്ങനെയുള്ള കുട്ടികൾ ഇന്ന് മഠത്തിൽ പോയിട്ട് വേണ്ട അവർക്ക് ഭക്ഷണം കിട്ടുവാനും വിദ്യാഭ്യാസം ലഭിക്കുവാനും. ഇതെല്ലാം ഹിസ്റ്ററിയുടെ ഒരു കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന സംഘടനകളാണ് അല്ലെങ്കിൽ ആചാരങ്ങളാണ്.
അത് ഹിസ്റ്ററി മാറുന്നതിനനുസരിച്ച് അല്ല സെഞ്ചുറി മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അതിന് നമ്മൾ സ്ഥിരമായ ഇപ്പം നമ്മുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കുന്ന പോലെ ഏജ് മാറിക്കൊണ്ടിരിക്കുന്ന പോലെ ഒരു സ്ഥിരത കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഹിസ്റ്ററി തന്നെ മാറുന്നതിനനുസരിച്ച് അത് മാറിക്കോളും. ഇപ്പം ഈ തേർഡ് ജനറേഷൻ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ 78-ൽ മഠത്തിൽ പോയതിന് ശേഷം എൻ്റെ കുടുംബത്തിൽ തന്നെ പല തലമുറകൾ വളർന്നു. അതിൽ ഒരാൾ പോലും മഠത്തിൽ ചേർത്തില്ല. കാരണം എന്താണ്? ദൈവം വിളി നിർത്തിയോ? അങ്ങനെയാണ് ദൈവം എല്ലാ കാലവും ഒരുപോലെ വിളിച്ചുകൊണ്ടിരിക്കണ്ടേ? 21st സെഞ്ചുറിയിലും വിളിച്ചുകൊണ്ടിരിക്കണ്ടേ? അപ്പോൾ ദൈവവിളി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആണോ മനുഷ്യരുടെ സാഹചര്യങ്ങളുടെ ആണോ എന്നുള്ളതിന് ഉത്തരം അതിൽ തന്നെയുണ്ട്. എൻ്റെ വീട്ടിലെ തന്നെ ഒരു കുട്ടിയാണ്, ഒരു മുതിർന്ന അമ്മച്ചി. ഞാൻ കന്യാസ്ത്രീ സമരത്തിന് പങ്കെടുത്തതിന് ശേഷം ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ മുതിർന്ന അമ്മച്ചി എന്നോട് ചോദിച്ചത് ഇങ്ങനെയാണ്: നീ കന്യാസ്ത്രീ സമരത്തിന് പോയിരുന്നല്ലേ? ഒരു ബിഷപ്പ്, ഒരു പള്ളിയിലച്ഛൻ തിന്മ ചെയ്താൽ അല്ലെങ്കിൽ നാണക്കേട് സഭയ്ക്ക് വരുത്തിയാൽ എല്ലാവർക്കും കൂടെയാണ് നാണക്കേട്. അതുപോലെ 9 മക്കളുള്ള കുടുംബത്തിൽ നിന്ന് ഒരു കന്യാസ്ത്രീ അല്ലെങ്കിൽ ഒരു മുൻ കന്യാസ്ത്രീ തിരിച്ചു വന്ന് പിഴച്ചു പോയാൽ എന്ന് പറഞ്ഞാൽ, പിഴച്ചു പോകുക എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുന്ന ഒരു പിഴച്ചു പോക്കിലാന്നുള്ള മട്ടിൽ കുടുംബത്തിലെ എല്ലാവർക്കും കൂടിയാണ് നാണക്കേട്. അപ്പം അവർക്കിട്ടും ഒരു കൊട്ട്, അതിലധികമായിട്ട് സ്ത്രീയായ മുൻകന്യാസ്ത്രീയായ എനിക്കിട്ടാണ് ഒരു കൊട്ട്. അത് എത്രയോ വർഷത്തിന് ശേഷം, 15 വർഷമായി ഞാൻ എന്താ വിട്ടുപോകുന്നതിന് ശേഷം. അപ്പോൾ അടുത്ത് നിന്ന തേർഡ് ജനറേഷനിലെ ഒരു 15-year-old പറയുകയാണ് അമ്മച്ചിയോട്: അമ്മച്ചി, ആൻറ്റി മഠത്തിൽ നിന്ന് പോകുന്നത് പിഴച്ചു പോകാതിരിക്കാനല്ലേ? അപ്പോൾ അത്തരം ഒരു തലമുറയോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. അവർ ഓൾറെഡി അവെയറാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ട്. 78 അല്ല, ഇത് 2025 ആണ്. താങ്ക് യു.